Hi viewers, I am Ronnie. You are watching me on webindia123.com. മെഡിസിൻ പഠനത്തിന് ശേഷം ആദ്യം ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ അച്ഛൻ്റെ കുറച്ച് ബിസിനസ് കാര്യങ്ങളും പിന്നെ അവിടെ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവിചാരിതമായിട്ട് എന്നെ അവിടുത്തെ ഒരു പ്രമുഖ ഡയലോഗ് റൈറ്റർ വിജി എന്ന് പറഞ്ഞൊരു വിജി സാറുണ്ട്. വിജി സാറാണ് എന്നെ ഷാഫിക്ക് പരിചയപ്പെടുന്നത്, ഡയറക്ടർ ഷാഫി. അപ്പോൾ ഷാഫിക്കാണ് എനിക്ക് ചെറിയൊരു വേഷം ചോക്ലേറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ കൂട്ടുകാരിൽ രാജുവിൻ്റെ ഒപ്പമുള്ള കൂട്ടുകാർ, രാജുവും ജയസൂര്യൻ കഴിഞ്ഞിട്ടുള്ള കൂട്ടുകാരിൽ അനൂപ് ചന്ദ്രൻ, സലീമേട്ടൻ, അതിന് ശേഷം പിന്നെ 2 കൂട്ടുകാരുണ്ടായി. 2 കൂട്ടുകാരിൽ ഒരാളായിട്ട് ഞാനായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ആദ്യ വേഷം. പിന്നെ നമുക്കൊരു ക്യാരക്ടർ റോളായിട്ട് തുടങ്ങിയതെന്ന് വെച്ചാൽ മേജർ രവി സാറിൻ്റെ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ പടത്തിൽ ശശി എന്ന് പറഞ്ഞ കഥാപാത്രം ആദ്യ ക്യാരക്ടർ വേഷം. അതാണ് അതിനൊരു നമുക്ക് കഥാപാത്രത്തിൻ്റെ പേരുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഒരു പ്രോപ്പർ ഇത് ഓഡിഷൻ വഴി കിട്ടിയതാണ്. ഏകദേശം ഒരു 200-300ഓളം പേരുള്ള ഓഡിഷൻസിൽ 5 പേരാണ് രവി സാർ സെലക്ട് ചെയ്തത്. അതിനകത്ത് ശശി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ഇയാളുടെ വളരെ ഉറ്റ സുഹൃത്ത്. അയാളുടെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്, കേരളത്തിൽ വീട് നിർമ്മിക്കുക എന്നുള്ള ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. അപ്പോൾ അയാൾ കാർഗിൽ യുദ്ധം തുടങ്ങി കഴിയുമ്പോൾ അയാൾ പലപ്പോഴായിട്ട് പല മാസങ്ങളായിട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ അയാൾ കുറച്ചായി വീട്ടിലോട്ട് അയക്കുകയും അതിനുശേഷം യുദ്ധം തുടങ്ങിയപ്പോൾ ഇയാൾ മരണമടഞ്ഞ് ഇയാളുടെ മൃതദേഹവുമായിട്ട് നാട്ടിൽ വന്ന് അത് എരിക്കുന്നതിന് മുമ്പായിട്ട് അയാളുടെ ഭാര്യ പറയുകയാണ്, എൻ്റെ സ്വാമിയേട്ടൻ്റെ ദേഹം കുറച്ച് നേരമെങ്കിലും ആ പുതിയ വീട്ടിൽ കൊണ്ട് വെക്കണമെന്ന് പറയുന്ന സമയത്ത് വിതുമ്പുന്ന ശശി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. എനിക്ക് ഒരുപാട് നമ്മൾ ലാൽ സാർ ഉൾപ്പെടെയുള്ള മോഹൻലാൽ സാറിനെ പോലെ അത്രയും സീനിയർ ആർട്ടിസ്റ്റ് പോലും നമ്മുടെ അടുത്ത് ഡോക്ടർ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പടമാണ് കുരുക്ഷേത്രം. ഈ പൈസയും കൂടെ നാട്ടിൽ ചെന്നാ പെയിന്റ് അടിയും കഴിയും. പിന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ വീട്ടിൽ കയറി കിടക്കാലടാ. പിന്നെ സിനിമാ ജീവിതത്തിൽ നമുക്ക് ഇങ്ങോട്ടുള്ള കോൾസ് വരാൻ തുടങ്ങിയത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഡയറക്ടർ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ഡാഡിക്കു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങോട്ട് കോൾസ് വരാൻ തുടങ്ങിയത്. കാരണം വെച്ചാൽ അതുവരെ നമ്മുടെ ഡാഡിക്കുള്ളിൽ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാം ഒരു സുപ്രസിദ്ധ അല്ലെന്നുണ്ടെങ്കിൽ വളരെ പ്രസിദ്ധനായ തമിഴ് താരത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ വെച്ചിരുന്നൊരു വേഷമാണ് ഈശ്വർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ആഷിഖ് ഭായ് നമ്മുടെ അടുത്തുള്ള ഒരു കോൺഫിഡൻസിന് മുകളിൽ മാത്രം ജയിച്ചാണ്. ആഷിഖ് ഭായ്ക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ ഇത്ര നല്ല തമിഴ് സംസാരിക്കുന്ന, അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 8 കിലോളം പുള്ളി ഭാരം കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഭാരം, കാരണം വെച്ചാൽ എൻ്റെ ഒപ്പമുള്ള ബാക്കി എല്ലാവരും മെലിഞ്ഞിട്ടുള്ളവർക്കാണ്. അനിൽ ബാലാജി, വിനായകൻ, അങ്ങനെ നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാ ആർട്ടിസ്റ്റും വളരെ മെലിഞ്ഞ പ്രവർത്തനമുള്ളവരുണ്ട്. എൻ്റെ അടുത്തും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഗ്രൂപ്പിൽ, ആ നെഗറ്റീവ് ഗ്രൂപ്പിൽ വളരെ പോസിറ്റീവ്, വളരെ അപ്രോച്ചുള്ള ഒരാളായിട്ടാണ് എന്നെ അവതരിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും നായകനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ ആ മൊത്ത ടീമിന് തന്നെ അടിപതർന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഈശ്വർ എന്ന ക്യാരക്ടർ. അങ്ങനെ അതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടേഴ്സിൽ ഏറ്റവും പ്രോമിനൻറ്റ് വില്ലനായിട്ടുള്ള ഡാനിയൽ ബാലാജിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിട്ടാണ് ആ ക്യാരക്ടറിൻ്റെ അവസാനം. சிவா, இவனை நம்ம எப்போ திருப்பி கொடுக்க போறோம்? சொல்லு சிவா. ஆம்புலன்ஸ்ல அவங்க சக்தியை கொண்டு வந்தாங்கன்னா இந்த பையனை நீ திருப்பி கொடுத்துருவியா? அப்புறம் சிவா, இது பிராக்டிக்கல் இல்ல. ஆம்புலன்ஸ்ல சக்தியை வச்சு எப்படி தப்பிக்கிறது? போலீஸ் என்ன முட்டாளுங்களா? நாம என்ன முட்டாளுங்களா? தப்பிக்கிறது 2வது விஷயம். அதை நம்ம எல்லாரும் சேர்ந்து செய்ய போற வேலை. இது மட்டும் நடக்கலன்னா நம்ம யாரும் தப்பிக்க போறதில்லை, எல்லாரும் தீந்துருவோம். எல்லாரும் இல்ல, நீ மட்டும். செல்வா, நீயாவது சீரியஸ்னஸ் புரிஞ்சுக்கோ. சக்தி இவனுக்கு பெரிய விஷயம், எனக்கு இல்ல, உனக்கு இல்ல, நம்ம யாருக்குமே இல்ல. நம்ம கேரளா வந்தது போலீஸ் கிட்ட மாட்டிக்கிறதுக்கு இல்ல. நம்ம தீர்மானத்தை நான் எவ்வளவு தடவை உன்கிட்ட சொல்லிட்டேன். அது உன்னோட தீர்மானம், என்னோட தீர்மானம். இங்கிருந்து தப்பிச்சு போறதான். உயிரோட இருக்கணும்னு யாராவது நினைக்கிறாங்கன்னா என் கூட வரணும். குரு,
சாவி கொடு. ஹேய் ஈஸ்வர், நான் சொல்றது கேளு. இப்போ நீ வண்டி எடுத்துட்டு போன எல்லாம் வினையாயிடும். வேணாம் செல்வா, இது நான் கொண்டு வந்த வண்டி. இது வரைக்கும் போலீஸ் கண்ணில் படல. சாவி கொடு. சிவா, உன் பேக் எடுத்து ஒளி வச்சிருக்கேன். பாய். இனி நம்ம பார்க்க போறதில்ல. ഇനി നമ്മൾ பார்க்க പോறதிല്ല. ബൈ. ഡാഡി കൂളിന് പുറമെ ഡാഡി കൂൾ കണ്ട് എനിക്ക് കിട്ടിയ സിനിമകളാണ് ആഷിഖ് ഭായിയുടെ തന്നെ ഗുരുനാഥനായ കമൽ സാറിൻ്റെ വർക്ക് ആഗതൻ, പിന്നെ രാജേഷ് പിള്ള സാറിൻ്റെ ട്രാഫിക്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ സിനിമകളാണ് IK സജൻ സാറിൻ്റെ അസുരവിത്ത്, ലാൽജു സാറിൻ്റെ അയാളും ഞാനും തമ്മിൽ. ഇതെല്ലാം എനിക്ക് ഡാഡി കൂളിൻ്റെ പോർട്ട്ഫോളിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഈ ബാക്കി എല്ലാ വർക്കുകളും. ചട്ടമ്പിനാട്, ഇതെല്ലാം ഇതിന് ഡാഡി കൂളിൻ്റെ ഒരൊറ്റ പടത്തിൻ്റെ ബേസിൽ കിട്ടിയിട്ടുള്ള വർക്കുകൾ. ഏകദേശം 5-6 സിനിമകൾ. ഡ്യൂപ്ലിക്കേറ്റ് മുഖ്യ വില്ലനായിരുന്നു ഞാൻ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കിട്ടിയുള്ള സിനിമകളാണ്. അപ്പോൾ സുപ്രധാന വഴിത്തിരിവ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് സിനിമാക്കാരൻ ശ്രദ്ധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിലുള്ള ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ സിനിമ എന്ന് ചോദിച്ചാൽ ഞാൻ ഡാഡി കൂളെ പറയൂ.